നമ്മുടെ കേരളത്തിലെ വഴിയോരവും പൊതുയിടവും സുന്ദരമാക്കേണ്ടതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിജു ലക്ഷ്മണൻ, പ്ലേസ് മേക്കർ. ഞാനിപ്പോൾ നടക്കുന്നത് കൊച്ചി മറൈൻ ഡ്രൈവിൻ്റെ പുതിയ നവീകരിച്ച വാക്യൂം വേയിലൂടെയാണ്. ഇത് APJ മാർഗ് എന്നാണ് അറിയപ്പെടുന്നത്. വളരെ മനോഹരമായി തന്നെ ഇവിടെ നവീകരിച്ചിട്ടുണ്ട്. മരങ്ങളും പുൽത്തകിടിയും ഗാർഡൻ ചെയറും വിളക്കുകളും വെച്ച് അതിമനോഹരമായ ഒരു പ്രകൃതിക്കിണങ്ങുന്ന രീതിയിൽ തന്നെ ഇത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ മരത്തിന് താഴെ ഇടയിലൂടെ നടക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു അനുഭൂതി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പുറത്തെ മറൈൻ ഡ്രൈവിൻ്റെ ആ കായലിൻ്റെ അതിമനോഹരമായ കാഴ്ച, ഇപ്പോഴത്തെ നല്ല വാക്ക് ഇത് ഇന്റർലോക്ക് കട്ടകൾ ഉപയോഗിച്ച് നല്ല വൃത്തിയുള്ള വാക്ക്. ഇത് കേരളത്തിൻ്റെ അഭിമാനകരമായ ഒരു ഏരിയ തന്നെയാണ് കൊച്ചി മറൈൻ ഡ്രൈവ്. പച്ചപ്പും പ്രകൃതി മനോഹരിതയും കൊണ്ട് അനുഗ്രഹീതമായ ഒരു സംസ്ഥാനമാണ് കേരളം. അത് നമ്മുടെ ഒരു സ്വർഗരാജ്യം തന്നെയാണ്. ഈ പച്ചപ്പാണ് കേരളത്തിൻ്റെ മുഖമുദ്ര. വൃത്തിയും സൗന്ദര്യവും കൂടെ അതിൽ ചേർക്കുമ്പോൾ അതൊരു ഗംഭീരമായി ഒരു കേരളം നമ്പർ 1 ആകുമെന്ന് ഉറപ്പാണ്. അതിനുവേണ്ടി നാം ഇനി പ്രയത്നിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കണം വൃത്തിയുള്ള സുന്ദരമായ ഒരു കേരളത്തിന് വേണ്ടി. ഇവിടെ ഗാർഡൻ ചെയർ, വിളക്കുകാലുകൾ എല്ലാം അതിമനോഹരമായി തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. ഒന്നിനെ വിട്ട് നിശ്ചിത ഇടവേളയിൽ മരങ്ങൾ വെച്ച് അതിന് ചുറ്റും കല്ലുകൊണ്ട് കെട്ടി, കൂടാതെ ഇരിപ്പിട മാതൃകയിൽ തന്നെ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കാണുന്നതാണ് കേരളത്തിൻ്റെ വളരുന്ന മുഖമുദ്ര, കൊച്ചിയുടെ അമ്പഴച്ചുംബികൾ. കൂടുതൽ അമ്പഴച്ചുംബികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതിമനോഹരമായ ഒരു പ്രദേശമാണ് കൊച്ചി മറൈൻ ഡ്രൈവ്. ഇത് നോക്കൂ, എത്ര മനോഹരമായ ഭംഗി, എത്ര മനോഹരമായ ബ്യൂട്ടി. ഗംഭീരമായ ഒരു അനുഭൂതി തന്നെയാണ് ഇതിലൂടെ നടക്കുമ്പോൾ എല്ലാവർക്കും കിട്ടുന്നത്. നല്ല പച്ചപ്പിൻ്റെ മനോഹാരിത ഇവിടെയുമുണ്ട്. പച്ചപ്പും കായലും ചേർന്ന ഒരു ഗംഭീരമായ അനുഭൂതി, മനോഹാരിത. ഇവിടെ ആളുകൾ നടക്കാനായിട്ടാണ് കൂടുതൽ ആളുകളും രാവിലെ വരുന്നത്. പിന്നെ വൈകിട്ട് ഒരു 3 മണിക്ക് ശേഷം ഇവിടെ ആളുകൾ റെസ്റ്റ് ചെയ്യാൻ, റിലാക്സിനൊക്കെ വരാറുണ്ട്. ആ സമയത്ത് ഇവിടെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ് ഉണ്ടാവാറ്. ആളുകൾ നിരവധി റീൽസ് ഇവിടെ നിന്നും ഷൂട്ട് ചെയ്ത് വൈറലായിട്ടുണ്ട്. കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്നും, പുതിയ വാക്വേയിൽ നിന്നും. നിശ്ചിത ഇടവേളയിൽ വിളക്കുകളോ ഗാർഡൻ ചെയർ തന്നെ ഗംഭീരമായി അലങ്കരിക്കുന്നതിന് വേണ്ടി നല്ലൊരു മാതൃക തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഈ കാണുന്ന സ്ഥലത്ത് കൂടി ഭാവിയിൽ അപ്പാർട്ട്മെന്റുകൾ, ബിൽഡിങ്ങുകൾ വന്നേക്കാം, അമ്പഴച്ചുംബികൾ വന്നേക്കാം. എന്ത് തന്നെ വന്നാലും ഈ മറൈൻ ഡ്രൈവിന്റെ ഭംഗി, ഈ മനോഹാരിത ഒരിക്കലും നശിപ്പിക്കപ്പെടാതെ സൂക്ഷിക്കണം, അത് കാത്തുകൊള്ളണം എന്നേ എനിക്ക് പറയാനുള്ളൂ. എല്ലാം വന്നോട്ടെ, പക്ഷെ പ്രകൃതി കോട്ടം തട്ടാത്ത രീതിയിൽ തന്നെ ഇത് വികസിക്കണം. പച്ചപ്പിന്റെ മനോഹാരിത എവിടെയും കാണാം. ഇവിടെ കുറച്ച് ഉണങ്ങിയ മരങ്ങളുണ്ട്. അതൊക്കെ വെട്ടി വൃത്തിയാക്കി ഒന്നുകൂടെ സെറ്റപ്പ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ മനോഹാരിത ഉണ്ടാകും. ആ കാണുന്ന പാലം കൊച്ചി തേവര പാലമാണ്. തേവര പാലം ഇവിടെ ഒരു ഡ്രൈനേജ് ഉണ്ട്. ഡ്രൈനേജ് ഒരാൾ പട്ടിക്കുട്ടിയുമായിട്ട് നടക്കാൻ വന്നിരിക്കുന്നു. ഇത് ഫോറിൻ ഇനമാണെന്ന് തോന്നുന്നു. അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞത്. ജോബി എന്നാണ് ഇതിന് പേരിട്ടത്. വിശേഷം ചോദിച്ച് ഞാനങ്ങ് എൻ്റെ പണിയിലേക്ക് വന്നു. ബൈ.
ഈ കാണുന്നത് അമ്പർചുംബികൾ കേരളത്തിൻ്റെ വളരുന്ന കേരളത്തിൻ്റെ മുഖമുദ്രയായിട്ട് വേണം ഇതിനെയൊക്കെ കരുതാൻ. അമ്പർചുംബികൾ അപ്പാർട്ട്മെൻറ്റുകൾ ഇത് പല ഓഫീസ് കെട്ടിടങ്ങളും എല്ലാ സൗകര്യങ്ങളോടുകൂടി ബിൽഡിങ്ങാണ് ആ കാണുന്നത്. ഭാവിയിൽ ഇവിടെ കൂടെ അപ്പാർട്ട്മെൻറ്റുകൾ വരുമെന്ന് വിചാരിക്കുന്നു. എന്ത് തന്നെ വന്നാലും നല്ല വൃത്തിയും സുന്ദരമായ കൊച്ചിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു വാക്ക് ആ ഒരു മറൈൻ ഡ്രൈവ് ആ ഒരു പ്രൗഢിയോടെ തന്നെ ഗംഭീരമായി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. പച്ചപ്പും മനോഹാരിതയും മരങ്ങളും ഇനിയും കൂടുതൽ നട്ടുവളർത്തി ആ ഏരിയ കൂടുതൽ മനോഹരമാക്കണം. കൊച്ചി മറൈൻ ഡ്രൈവ് നല്ല മരങ്ങൾ വളർത്തി ഗംഭീരമാക്കുമെന്ന് വിചാരിക്കുന്നു. കൊച്ചി മറൈൻ ഡ്രൈവ് നല്ല